ഹായ് കൂട്ടുകാരെ, സിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നത് നോക്കാമേ. എൻ്റെ അരിയൊക്കെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു, വേവാറായിട്ടുണ്ട്, വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് തുവരപ്പരിപ്പ് കൊണ്ടുള്ള ഒരു തോരനാണ്. ഇത് സാമ്പാർ പരിപ്പ് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾ? കമൻറ്റ് ചെയ്യണേ. അരി തിളച്ചിട്ടുണ്ട്, അരി വെന്തിട്ടുണ്ട്. അപ്പം നമുക്കതിനെ അരി ഒന്ന് വാർത്തിടാമേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും ചെയ്യണം, മറക്കരുത്. അങ്ങനെ നമ്മുടെ സാമ്പാർ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് സാമ്പാർ പരിപ്പെടുത്ത് കഴുകി അടുപ്പത്തിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അതൊന്ന് തോരൻ വയ്ക്കണേ. നല്ല ടേസ്റ്റാണ്. നമുക്ക് തോരത്തിന് പച്ചക്കറിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇവിടെ കുറച്ച് ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും ഒന്ന് തോരൻ വയ്ക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഏത്തക്ക അരിഞ്ഞ് വെള്ളത്തിലിടുകയാണ്. കാര്യം അതിൻ്റെ കറ പോകണമല്ലോ. അതിനായിട്ട് കുറച്ച് സമയം അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ മറ്റുള്ള പണികൾ ചെയ്യുന്ന സമയം കൊണ്ട് ഇത് വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ കറയൊക്കെ പോയി വരും. ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടോ, ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ വെച്ച സമയത്ത് യൂട്യൂബിൽ കണ്ടതാണ്. ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ കുരുത്ത് പോവില്ല എന്ന്. പക്ഷെ വലിയ ഇതായിട്ട് കുരുത്തിട്ടില്ല, എങ്കിലും നന്നായിട്ടിരുന്നു. അങ്ങനെ ഞാനിത് ഒരു ഉരുളക്കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ടാണ്. ഒരു 3 ഉരുളക്കിഴങ്ങും 2 സവാളയും ക്യാരറ്റും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ചേർത്ത് വേവിക്കുകയാണ്. വേവിച്ചതിന് ശേഷമാണ് ഞാൻ കടുക് വറുത്തിടുന്നത് കേട്ടോ. വേഗം പണിക്ക് വേണ്ടിയിട്ടാണേ. മക്കളൊക്കെ രാവിലെ സ്കൂളിൽ വിടുന്ന തിരക്കിൽ നമുക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേഗം എളുപ്പപ്പണിയുള്ള എന്താണെന്ന് ഒന്നല്ലേ നമ്മൾ നോക്കുകയുള്ളൂ. അതിനായിട്ടുള്ള ഓരോരോ കൊച്ചു കൊച്ചു പണികളാണ്. അപ്പം ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് വെച്ചത്. ഒരു 2-3 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് റെഡി ആയിക്കോളും. പിന്നെ അതിൽ കടുക് വറുത്തിടുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഏത്തയ്ക്ക കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 5 മണിക്ക് എണീറ്റ് രാവിലെ പണി തുടങ്ങുന്നതാണ് കേട്ടോ. 7:15 റെഡിയാക്കണം. 2 പേർക്കുള്ള ചോറ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 5 മണിക്ക് എണീറ്റെങ്കിൽ മാത്രമേ നമ്മളെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. 5 മണിക്ക് എണീക്കണം, പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ നമസ്കാരം മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടല്ലേ അടുക്കളയിലോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായ തിരക്കുകളൊക്കെ ഉണ്ട്. അതിന് ഞാൻ 2 തോരത്തിനും കൂടെ ഒരുമിച്ച് തേങ്ങ ചതച്ചെടുക്കുകയാണ് കേട്ടോ. മറ്റൊന്നുമില്ല, ജീരകവും വെളുത്തുള്ളി കാന്താരി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് തേങ്ങയും കൂടെ ചേർത്തൊന്ന് ചതച്ച് 2 തോരത്തിനായിട്ട് അങ്ങ് ഇടുന്നുണ്ട്. വെള്ളം ചേർക്കണ്ട. അടുപ്പത്ത് വെച്ച് തോരത്തിൻ്റെ വെള്ളമെല്ലാം ഒന്ന് തോർത്തെടുക്കും. അതിനുശേഷം നമുക്കിത് രണ്ടും ഒന്ന് കടുവറുത്തെടുക്കാം. കടുവറുത്തെടുക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉപ്പിട്ടല്ല പരിപ്പ് വേവിച്ചത്. അപ്പം ഞാൻ അരക്കുന്ന അരച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പം നല്ല വിലയാണ്, അറിയാമല്ലോ. എങ്കിലും നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് എടുത്തിട്ടുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് കടുവറുത്ത് 2ലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതിൽ തന്നെ അല്പം എണ്ണയും കൂടി ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് മൂപ്പിച്ചെടുക്കുന്നുണ്ടേ. അത് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ടാണ്.
ഉരുളക്കിഴങ്ങ് കറി രാവിലെ അപ്പത്തിനായിട്ട് കാപ്പിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് കറി ഇവിടെ വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇവിടെ ഇച്ചിരി കറി വേണം, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വെള്ളമാക്കിയത്. എന്നാലും അധികം വെള്ളമാക്കിയിട്ടില്ല. ഇനി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി വരും. ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ടേ. ഇനി ഒന്ന് തിളപ്പിച്ച് എടുത്താൽ മാത്രം മതി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറും 2 ഐറ്റം തോരനും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാമേ. ഞാൻ അപ്പം ഒരു പാനിലാണ് ചുടുന്നത് കേട്ടോ. ഇരുമ്പ് ചട്ടിയിലാണ് ഇപ്പോൾ ചുട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിലാകുമ്പോഴത്തേക്കും വേഗം ചുട്ടെടുക്കാമെന്ന് എഴുതിയിട്ട് ഇതിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കുന്നത്. ഒരു സൈഡ് മാത്രം മറിച്ചിട്ടാൽ മതി. നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഒന്ന് ചായ ഇടണം. അപ്പോൾ എല്ലാം വെന്ത് കഴിഞ്ഞ് ചായ ഇടണം. മക്കൾ പോകാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ കാര്യങ്ങളൊക്കെ തീർക്കണ്ടേ. അപ്പോൾ ഇവിടെ നമ്മുടെ പാത്രത്തിലേക്ക് ചോറ് കൊണ്ടുപോകാനുള്ള പാത്രത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 മുട്ട എടുത്തിട്ട് ഒരുമിച്ചൊന്ന് ഒഴിക്കും കേട്ടോ. ഒന്നിച്ചൊഴിച്ച് 2 ആൾക്കായിട്ട് വയ്ക്കും. അങ്ങനെയാണ് ഇവിടെ പതിവ്. പിന്നെ ഞാൻ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചോറ് പാത്രത്തിലേക്ക് എടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ സീ യു. കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.